കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം കൂടെ നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിച്ച് കേൾക്കുന്നത്: യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ യേശു കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനം എഴുതി അറിയിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് യേശുവിനെക്കുറിച്ച് പറഞ്ഞത്: യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും യേശു കർത്താവാണ്. സകല മാനവജാതിക്കും കർത്താവായ ഒരു യേശു കർത്താവ്. പ്രിയമുള്ളവരെ, ആ യേശു ഇന്ന് പകലും കർത്താവ് തന്നെയാണ്. എൻ്റെ കർത്താവാണ് യേശു. നമ്മുടെ ഓരോരുത്തരുടെയും കർത്താവാണ് യേശു കർത്താവ്. ആ നമ്മുടെ കർത്താവിന് ഒരു സ്വഭാവ ഗുണമുള്ളത് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ യേശു കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും, ആരൊക്കെ യേശു കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നോ, ആരൊക്കെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നോ, അവർക്കെല്ലാം നൽകാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് സമ്പന്നനാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ഒത്തിരി സമ്പന്നന്മാരെ നമുക്കറിയാം. നമുക്ക് പേരറിയാവുന്ന, നമുക്ക് നേരിട്ടറിയാവുന്ന ഒത്തിരി സമ്പന്നന്മാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സുഹൃത്ത് വലയത്തിലും കാണും. പ്രിയമുള്ളവരെ, എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു സമ്പന്നൻ, ഈ ലോകത്തിലെ മറ്റ് ധനവാന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരു സമ്പന്നനെയാണ് ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് പരിചയപ്പെടാനിടയായിത്തീരുന്നത്. ആ സമ്പന്നൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്: തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം ആ സമ്പന്നനാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലുള്ള സമ്പന്നന്മാർക്ക് അവരുടെ പ്രത്യേകത, അവരുടെ കയ്യിൽ സമ്പത്തുണ്ടാകാം, അവർ സമ്പന്നന്മാരായിരിക്കാം, പക്ഷേ അത് നൽകുന്ന സമ്പത്തല്ല, അത് അവർ സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്താണ്. എന്നാൽ ഈ സമ്പന്നൻ്റെ പ്രത്യേകത, യേശു കർത്താവിൻ്റെ പ്രത്യേകത, വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുന്നവനാണ്. അപ്പോൾ ഒന്ന്, യേശു കർത്താവിന് സമ്പത്തുണ്ട്; രണ്ട്, അത് കൊടുക്കാൻ മനസ്സുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ നിങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയേണ്ടതില്ല, ഞാൻ നിങ്ങളും ബുദ്ധിമുട്ടിൽ ജീവിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വിളിച്ചപേക്ഷിക്കാം, യേശു കർത്താവിനോട് പറയാം: യേശു കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന ആവശ്യമുണ്ട്, എനിക്കിന്ന ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകാൻ തക്കവണ്ണം യേശു കർത്താവ് സമ്പന്നനാണ്. അവൻ നൽകാൻ മനസ്സുള്ളവനാണ്, അവൻ നൽകുന്നവനാണ്. അത് വാങ്ങി അനുഭവിക്കാൻ ഇന്നു പകലും കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ദരിദ്രനായി തുടരേണ്ടതില്ല. നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം, കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിന് പറയാം. എല്ലാം കർത്താവ് നമുക്ക് ധാരാളമായി അനുഭവിക്കാൻ തരുന്നൊരു നല്ല കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവാണല്ലോ. ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ സകലർക്കും നൽകാൻ കഴിയുന്ന ഒരു സമ്പന്നനായ യേശു ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുന്ന കർത്താവാണല്ലോ. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ, ഞങ്ങളെ അത് വിശ്വസിക്കാൻ ഞങ്ങളെ കർത്താവ് പഠിപ്പിക്കണം. വിശ്വാസത്തിലൂടെ അത് പ്രാപിച്ചെടുക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അതിനായി ഇന്ന് പകലും ഞങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകലും കർത്താവിൻ്റെ സമ്പത്ത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. കർത്താവിൻ്റെ സമ്പത്ത് നമുക്ക് അനുഭവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ.